നമസ്കാരം. ഓം നമോ നാരായണായ. സഹൃദയരെ, ഈ വരുന്ന ഡിസംബർ മാസം 19, 20, 21 തീയതികളിലായി എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ വെച്ച് മഹാസർവൈശ്വര്യ യജ്ഞം സംഘടിപ്പിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ശബരിമല തന്ത്രി മോഹന കണ്ഠരരു, മൂകാംബിക ക്ഷേത്രം തന്ത്രി നിത്യാനന്ദ അടികൾ, മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, മുല്ലശ്ശേരി കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, സൂര്യകാലടി ജയസൂര്യൻ തുടങ്ങി 51ഓളം താന്ത്രിക യജ്ഞാചാര്യന്മാരാൽ നയിക്കപ്പെടുന്നതാണ് വിശ്വമഹായജ്ഞം. ഈ യജ്ഞത്തിൽ വ്യാപാര വ്യവസായ സംരംഭങ്ങൾക്കുണ്ടാകുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങി ഐശ്വര്യ സമൃദ്ധിക്കായിട്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും, രോഗപീഠകളാൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി ആയുരാരോഗ്യ സൗഖ്യത്തിനും രോഗനിവാരണത്തിനും വേണ്ടി ധന്വന്തരി ഹോമവും, സർവ സൗഭാഗ്യ ലബ്ധിക്കായി ഭാഗ്യസൂക്ത ഹോമവും, പരീക്ഷാ വിജയത്തിനും തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിനും വിദ്യാരാജ ഗോപാല മന്ത്രാർച്ചന, ഗ്രഹദോഷ പരിഹാരത്തിനായി നവഗ്രഹ പൂജ, ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ക്ഷിപ്ര ഗണപതി ഹോമം, സർവൈശ്വര്യ ലബ്ധിക്കും പാപമോചനത്തിനും പിതൃദോഷ വിമുക്തിക്കും ദുരിത നിവാരണത്തിനുമായി ദ്വാദശ നാമപൂജ, ബിസിനസ്സിൽ പുരോഗതിയില്ലാത്തവർക്കും കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതകളുള്ളവർക്കും വേണ്ടിയിട്ട് കർമ്മലാഭത്തിനു വേണ്ടി ജഗന്മോഹന ഗണപതി ഹോമം, വ്യാപാര അഭിവൃദ്ധിക്കും ഐശ്വര്യ ലബ്ധിക്കും വേണ്ടി നവചണ്ഡിക ഹോമം, കാര്യസിദ്ധിക്കും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി മഹാശ്രീചക്ര പൂജ, കാലദോഷങ്ങൾ മാറുന്നതിനും ശത്രുദോഷ പരിഹാരങ്ങൾക്കും വേണ്ടി സഹസ്രനാമഹോമം, വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവര പാർവതി പൂജ എന്നീ പൂജകളാണ് 4 ദിവസങ്ങളിലായി നടക്കുന്ന ഈ മഹായജ്ഞത്തിൽ വിവിധ ദിവസങ്ങളിലായി നടക്കുന്നത്. 1008 ഹോമകുണ്ടങ്ങളിൽ 1008 കുടുംബങ്ങൾ ദേവീ സഹസ്രനാമം ഏറ്റുചൊല്ലി ദശലക്ഷ ആവർത്തി ഏറ്റുചൊല്ലി ഹവനം ചെയ്യുന്നതാണ് ഈ ഹോമത്തിൻ്റെ പ്രത്യേകത. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും 1008 ഹോമകുണ്ടങ്ങളിൽ ഇതേപോലെ ഒരു ഹോമം സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ മഹാസർവൈശ്വര്യ യജ്ഞത്തിൽ സുപ്രീം കോടതിയിലെയും കേരള ഹൈക്കോടതിയിലെയും ന്യായാധിപന്മാർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, IAS IPS ഉദ്യോഗസ്ഥന്മാർ, മറ്റു ഇതര സംസ്ഥാനങ്ങളിലെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ നിരവധി VVIPകൾ 4 ദിവസങ്ങളിലായി നടക്കുന്ന ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ മഹാസർവൈശ്വര്യ യജ്ഞത്തിൽ വിവിധ പൂജകളിൽ പേരുകൾ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഈ മഹാസർവൈശ്വര്യ യജ്ഞത്തിൽ നിങ്ങൾക്ക് എല്ലാ പൂജകളിലും ഒരുമിച്ച് പങ്കെടുക്കുന്നതിനും, അതല്ല എല്ലാ പൂജകളിലും പങ്കെടുക്കുവാൻ താല്പര്യമില്ലാത്തവർക്ക് വിവിധ പൂജകളിൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ട പൂജകളിൽ മാത്രം പേര് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. ഈ കേരളത്തിൽ ആദ്യമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്ന, കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ തന്നെ ഇതുപോലെ ഒരു മഹാസർവൈശ്വര്യ യജ്ഞം ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. പുനർജനി സേവാശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനകീയ കമ്മിറ്റിയാണ് ഈ മഹാസർവൈശ്വര്യ യജ്ഞത്തിൻ്റെ സംഘാടകർ. പുനർജനി സേവാശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന വൃദ്ധസദനത്തിൻ്റെ ഫണ്ട് ശേഖരണാർത്ഥം കൂടിയാണ് ഈ മഹായജ്ഞം സംഘടിപ്പിച്ചിട്ടുള്ളത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഈ മഹാസർവൈശ്വര്യ യജ്ഞത്തിൽ പങ്കെടുത്ത് ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ട് അനുഗ്രഹങ്ങൾക്ക് പാത്രമാകണമെന്ന് എല്ലാ ഭക്തജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.